സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് യുദ്ധകാന്ഡം രാവണൻ്റെ പടപ്പുറപ്പാട് മുതൽ അതികായ വധം വരെയുള്ള ഭാഗത്തിൻ്റെ സാരം. രാവണൻ്റെ പടപ്പുറപ്പാട്. ഇനി ആരെയും യുദ്ധത്തിന് അയക്കുന്നില്ല, ഞാൻ തന്നെ നേരിട്ട് പോയി പൊരുതി ജയിക്കാം. എന്നോടുകൂടെ വരാൻ തയ്യാറുള്ളവർ പോരുക, എൻ്റെ തേര് തയ്യാറാക്കുക എന്ന് രാവണൻ ആജ്ഞാപിച്ചു. ആലവട്ടങ്ങൾ, വെഞ്ചാമരങ്ങൾ, നീലത്തടകൾ, മുത്തുക്കുടകൾ എന്നീ രാജ്യചിഹ്നങ്ങളോടെ 1000 കുതിരകളെ പൂട്ടിയ വായുവേഗത്തിലുള്ള സ്വർണ്ണത്തേരിൽ പൂർണ്ണചന്ദ്രന് തുല്യം ശോഭയുള്ള വെൺകൊറ്റക്കുട പിടിപ്പിച്ചും കൊണ്ട് രാവണൻ കയറി. രാവണൻ്റെ കിരീടങ്ങൾ മഹാമേരുവിൻ്റെ കൊടുമുടി പോലെ വിളങ്ങി. മാല തുടങ്ങിയ ആഭരണങ്ങളും 10 മുഖങ്ങളും 20 കൈകളും കൈകളിൽ അമ്പ്, വില്ല് തുടങ്ങിയ ആയുധങ്ങളും ധരിച്ച രാവണൻ നീലമഹാമല പോലെ ശോഭിച്ചു. കോലാഹലത്തോടെയുള്ള ആ പടപ്പുറപ്പാടിന് ലങ്കയിലെ മഹാരഥന്മാരെല്ലാം അകമ്പടി സേവിച്ചു. മക്കൾ, മരുമക്കൾ, സഹോദരന്മാർ, ബന്ധുക്കൾ, മന്ത്രിമാർ, സേനാനായകന്മാർ മുതലായവരെല്ലാം ആ യാത്രയിൽ പങ്കെടുത്തു. വടക്കേ ഗോപുരത്തിലെത്തിയ വാതിലിലൂടെ തിക്കിത്തിരക്കി പുറത്തു വന്ന പരാക്രമികളായ രാക്ഷസന്മാരെ മുമ്പിൽ കണ്ട ശ്രീരാമൻ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ഒരു നോട്ടത്തിലൂടെ തൻ്റെ മനോഗതം സൂചിപ്പിച്ചിട്ട് വിഭീഷണനോട് ഇങ്ങനെ പറഞ്ഞു: എടോ, നല്ല വീരന്മാർ വരുന്നത് കാണുക, ഇവരുടെ ഗുണവിശേഷങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. ഇത് കേട്ട വിഭീഷണൻ പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീരാമനോട് പറഞ്ഞു: അമ്പും വില്ലും ധരിച്ച് ബാലസൂര്യനെപ്പോലെ ആനപ്പുറത്ത് കയറി വരുന്നവൻ സുമാലിയുടെ പുത്രനായ അകമ്പനനാണ്. സിംഹത്തിൻ്റെ അടയാളമുള്ള കൊടികെട്ടിയ തേരിൽ വരുന്നത് നമ്മെ മുമ്പ് തോൽപ്പിച്ച സിംഹപരാക്രമനും രാവണപുത്രനുമായ ഇന്ദ്രജിത്താണ്. അമ്പും വില്ലുമേന്തി ആഭരണങ്ങളും അണിഞ്ഞ് ആ വലിയ തേരിൽ വരുന്നത് ഭീമശരീരൻ രാവണൻ്റെ മകനായ അതികായനാണ്. ഉന്നതനായ മഹോദരനാണ്. പൊന്നണിഞ്ഞ് ആനപ്പുറത്ത് കയറി വരുന്നവൻ. കുതിരപ്പുറത്തിരുന്ന് ഇരുമ്പുകഥ ചോറ്റിക്കൊണ്ടിരിക്കുന്നവനാണ് യുദ്ധവീരനായ നരാന്തകൻ. വെള്ളക്കാളയുടെ പുറത്തിരുന്ന് തൃശൂലം കുലുക്കുന്നത് രാവണൻ്റെ മകൻ തൃശിരസാണ്. അതിനപ്പുറത്ത് തേരിൽ വരുന്നവൻ ദേവാന്തകൻ. തൊട്ടടുത്ത് കാണുന്നത് കുംഭകർണൻ്റെ മകനായ കുംഭൻ. അവൻ്റെ സമീപത്ത് ഇരുമ്പുകഥയുമായി വരുന്നത് അനുജനായ നികുംബൻ. ദേവകുലാന്തകനായ രാവണൻ ഇവരെയെല്ലാം കൂട്ടി നമ്മെ ജയിക്കാനാണ് പുറപ്പെട്ടിരിക്കുന്നത്. വിഭീഷണൻ്റെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ പറഞ്ഞു: യുദ്ധത്തിൽ രാവണനെ കൊന്ന് എൻ്റെ കോപം ഞാൻ ശമിപ്പിക്കുന്നുണ്ട്. അപ്പോൾ രാവണൻ തൻ്റെ സൈന്യത്തോട് പറഞ്ഞു: നാം എല്ലാം ലങ്കയിൽ നിന്ന് പുറത്തു പോയാൽ ശത്രുക്കൾ അകത്ത് കയറും. അതിനാൽ അവർ അകത്ത് കടക്കും മുമ്പേ നിങ്ങൾ കുറച്ചു പേർ പോയി ലങ്കാനഗരം സംരക്ഷിക്കുവിൻ. ഇവരോട് യുദ്ധം ചെയ്യാൻ ഞാൻ മതി. അതിന് വേണ്ടത്ര ശക്തി എനിക്കുണ്ട്. തുടർന്ന് കുറച്ച് രാക്ഷസർ ലങ്കാപുരി സംരക്ഷിക്കാൻ പോയി. ദൈവശത്രുവായ രാവണൻ വാനര സൈന്യത്തെ തോൽപ്പിച്ച് പിന്നോട്ട് പായിച്ചു. വാനരന്മാർ ശ്രീരാമനെ അഭയം പ്രാപിച്ചു. ശ്രീരാമൻ അമ്പും വില്ലുമേന്തി യുദ്ധത്തിന് തയ്യാറായി. അപ്പോൾ ലക്ഷ്മണൻ ശക്തനായ ഇവനോട്, അതായത് രാവണനോട് പൊരുതാൻ ആദ്യം എന്നെ അങ്ങ് അനുഗ്രഹിച്ചയക്കണം എന്ന് അപേക്ഷിച്ചു. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു: രാക്ഷസരാജാവായ രാവണനോടേറ്റാൽ ഇന്ദ്രൻ പോലും ഭയന്നു വിറയ്ക്കും. രാക്ഷസന്മാർ മായാവികളാണ്. മായാപ്രയോഗത്തിൽ അവർ ന്യായമൊന്നും നോക്കാറില്ല. ശിവന്റെ പ്രിയഭക്തനാണ് രാവണൻ. ശിവൻ നൽകിയ ചന്ദ്രഹാസം എന്ന ദിവ്യമായ വാൾ അവൻ്റെ കൈക്കലുണ്ട്. ഇതെല്ലാം ആലോചിച്ചു കൊണ്ട് വേണം രാവണനോട് യുദ്ധത്തിന് ഒരുങ്ങേണ്ടത്. ശ്രീരാമൻ്റെ ഉപദേശമെല്ലാം കേട്ട് തൊഴുതുകൊണ്ട് ലക്ഷ്മണൻ രാവണനെ നേരിടാൻ തിരിച്ചു. സീതയെ കട്ടുകൊണ്ടുപോയ കള്ളനെ കണ്ടയുടനെ വാനരനായകനായ ഹനുമാൻ കുതിച്ചു ചാടി രാവണൻ്റെ തേരിലെത്തി. രാവണൻ ആകെ പരിഭ്രാന്തനായി. വലത്തെ കൈ ഓങ്ങിക്കൊണ്ട് ഹനുമാൻ രാവണനോട് പറഞ്ഞു: ദേവന്മാരെയും താപസന്മാരെയും സജ്ജനങ്ങളെയും മറ്റുള്ളവരെയും നിത്യവും ഉപദ്രവിക്കുന്ന നീ നിനക്ക് വാനരന്മാരാൽ നാശമുണ്ടാകും. നിന്നെ തല്ലിക്കൊല്ലാൻ വന്നു നിൽക്കുന്ന എന്നെ നീ വീരനാണെങ്കിൽ എതിർത്ത് തോൽപ്പിക്കൂ. നിന്റെ പരാക്രമിയായ പുത്രൻ അക്ഷകുമാരനെ കൊന്നത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ രാവണനെ അടിച്ചു. അടിയേറ്റ് രാവണൻ വിറച്ച് ബോധം കെട്ടു വീണു. പിന്നെ ഉണർന്നെഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു: ഇവിടെ വന്ന വാനരന്മാരിൽ നല്ലവനാണ് ഭവാൻ. ഹനുമാൻ പറഞ്ഞു: ഇതുകൊണ്ട് എനിക്കെന്ത് നന്മയാണ് ഉണ്ടായത്? എൻ്റെ തല്ലുകൊണ്ടാൽ മരിക്കാത്തവരായി ആരുമില്ല. നിനക്ക് അടിയേറ്റിട്ടും മരണമുണ്ടായില്ല. ഞാൻ ദുർബലനാണ് എന്ന് ഇപ്പോൾ മനസ്സിലായി. എങ്കിലും കുറച്ചു സമയം നമുക്ക് തമ്മിൽ പോരാടണം. ഇത് കേട്ട് രാവണൻ ഹനുമാനെ ശക്തിയായി അടിച്ചു.
അടിയേറ്റ ഹനുമാൻ ബോധം കെട്ടു വീണു. ഈ സമയത്ത് നീലൻ രാവണൻ്റെ മേൽ ചാടി വീണ് 10 കിരീടങ്ങളിലും വില്ലിലും കൊടിമരത്തിലും ചാടി ചാടി നൃത്തം ചെയ്തു. ഇത് കണ്ട് നാരദ മഹർഷി സന്തോഷഭരിതനായി പാടിത്തുടങ്ങി. രാവണൻ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് അഗ്നിപുത്രനായ നീലനെ പിന്തിരിപ്പിച്ചു. കുപിതനായ ലക്ഷ്മണൻ രാവണനെ തടഞ്ഞു. ഇരുവരും പരസ്പരം ചൊരിഞ്ഞ ശരമാരിയാൽ പോർക്കളം കാണാൻ കഴിയാതെയായി. ലക്ഷ്മണൻ രാവണൻ്റെ വില്ലു മുറിച്ചു. പരിഭ്രാന്തനായ രാവണൻ മയനിൽ നിന്ന് ലഭിച്ച വേൽ ലക്ഷ്മണൻ്റെ മാറിലേക്ക് എറിഞ്ഞു. അസ്ത്രങ്ങൾ കൊണ്ട് തടുക്കാൻ കഴിയാത്ത വേൽ മാറിൽ തറച്ച് ലക്ഷ്മണൻ ബോധം കെട്ടു വീണു. പെട്ടെന്ന് ലക്ഷ്മണനെ എടുത്തു കൊണ്ടുപോകാൻ രാവണൻ ഓടിയെത്തി. എന്നാൽ കൈലാസപർവ്വതം എടുത്ത് അമ്മാനമാടിയ രാവണന് ലക്ഷ്മണകുമാരൻ്റെ ശരീരം അല്പം ഇളക്കാൻ പോലും കഴിഞ്ഞില്ല. ലക്ഷ്മണൻ്റെ ശരീരഭാരമോർത്ത് വീരനായ രാവണന് തൻ്റെ നിസ്സാരത ബോധ്യമായി. ലക്ഷ്മണൻ്റെ ഭാരം നിമിത്തം എടുക്കാൻ വയ്യാതായപ്പോൾ രാവണൻ ശ്രീരാമൻ്റെ ഗൗരവവും തൻ്റെ നിസ്സാരത്വവും മനസ്സിലാക്കി എന്നൊരു വ്യാഖ്യാനവും ഈ ഭാഗത്തിനുണ്ട്. ഇത് കണ്ടുകൊണ്ടു നിന്ന് ഹനുമാൻ ഓടി വന്ന് രാവണനെ ആഞ്ഞടിച്ചു. രാവണൻ ചോര ഛർദ്ദിച്ച് തേരിൽ വീണു. പെട്ടെന്ന് ഹനുമാൻ ലക്ഷ്മണനെ ഒരു പൂവെന്ന പോലെ അനായാസം എടുത്ത് ജ്ഞാനസ്വരൂപനായ ശ്രീരാമൻ്റെ മുമ്പിൽ കൊണ്ട് കിടത്തി വണങ്ങി നിന്നു. രാവണൻ പ്രയോഗിച്ച മയദത്തമായ വേൽ ലക്ഷ്മണൻ്റെ മാറിൽ നിന്ന് വേർപെട്ട് രാവണൻ്റെ കയ്യിലെത്തി. 3 ലോകത്തിൻ്റെയും നാഥനായ ശ്രീരാമൻ രാവണനോട് നേരിട്ട് പോരു തുടങ്ങി. അപ്പോൾ വായുപുത്രനായ ഹനുമാൻ ഭഗവാനെ വന്ദിച്ചിട്ട് പറഞ്ഞു, അങ്ങ് എൻ്റെ കഴുത്തിൽ കയറി ഇരുന്നു കൊണ്ട് യുദ്ധം ചെയ്ത് ഒരു പ്രയാസവുമില്ലാതെ രാവണനെ വധിക്കുക. ഹനുമാൻ പറഞ്ഞതനുസരിച്ച് തോളിൽ കയറി ഇരുന്നു കൊണ്ട് ശ്രീരാമൻ രാവണനോട് പറഞ്ഞു, നിന്നെ അടുത്ത് കാണാൻ ഞാൻ വളരെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് അതിന് അവസരം ലഭിച്ചു. നിന്നെയും നിന്റെ കൂടെ വന്നവരെയും കൊന്നിട്ട് ഞാൻ 3 ലോകവും രക്ഷിക്കുന്നുണ്ട്. നീ എൻ്റെ മുമ്പിൽ അരക്ഷണം നിൽക്കൂ. തുടർന്ന് ഇരുവരും പരസ്പരം ശസ്ത്രാസ്ത്രങ്ങൾ ചൊരിഞ്ഞു. യുദ്ധം ഭയങ്കരമായി. കടലുകൾ ഇളകിമറിഞ്ഞു. ശൂരനായ രാവണൻ ഹനുമാനെ ഇത് മുറിവേൽപ്പിച്ചു. ക്രുദ്ധനായ ശ്രീരാമൻ വേഗം ധൈര്യസമേതം ഒരു ശരം രാവണൻ്റെ മാറിന് നേരെ തൊടുത്തു. മാണമേറ്റ് രാവണൻ തളർന്നു. വില്ല് ഭൂമിയിൽ വീണു. രാവണന് ശക്തിക്ഷയം കണ്ട് ഉടനെ തന്നെ രാവണൻ്റെ തേരും കൊടിയും കുടയും കിരീടങ്ങളും എയ്തു തകർത്തു. കുതിരകളെയും തേരാളിയെയും കൊന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് രാവണൻ വളരെ ദുഃഖത്തോടെ നിന്നുപോയി. അപ്പോൾ ശ്രീരാമൻ രാവണനോട് പറഞ്ഞു, നിനക്ക് മനപ്രയാസം വളരെയുണ്ട്. ഇന്ന് നീ ഭയപ്പെടേണ്ട. ലങ്കയിലേക്ക് പൊയ്ക്കൊള്ളൂ. ആയുധങ്ങൾ, വാഹനങ്ങൾ എന്നിവയോടുകൂടി നാളെ യുദ്ധത്തിന് വരൂ. ശ്രീരാമവാക്യം കേട്ട് ഭയന്ന രാവണൻ രാമചരൻ തന്നെ പിന്തുടരുന്നോ എന്ന് തിരിഞ്ഞു നോക്കി നോക്കി വിറയലോടെ ഭവനത്തിലെത്തി ദുഃഖചിന്തകളിൽ മുഴുകി. ഇനി കുംഭകർണൻ്റെ നീതിവാക്യം. പിന്നീട് ലക്ഷ്മണനെയും വാനരരാജാവായ സുഗ്രീവനെയും രാവണശരമേറ്റ് മുറിവ് പറ്റിയ നീലൻ തുടങ്ങിയവരെയും സിദ്ധൌഷധങ്ങൾ നൽകി രക്ഷിച്ചതിന് ശേഷം തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ യുക്തിയുക്തമായി അവതരിപ്പിച്ച് എല്ലാവരെയും ആശ്വസിപ്പിച്ചു. രാവണൻ ഭൃത്യന്മാരോട് തൻ്റെ ദുഃഖങ്ങൾ വിശദീകരിച്ചു. നമ്മുടെ വീര്യം, ബലം, കീർത്തി, നന്മ, ധനം, പൗരുഷം തുടങ്ങിയവ മാത്രമല്ല പുണ്യവും അവസാനിച്ചു എന്ന് തോന്നുന്നു. ബ്രഹ്മാവ്, അനാരണ്യ രാജാവ്, വേദവതി, മഹാനായ നന്ദികേശൻ, രംഭ, നളകൂപരൻ, ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ, അഗസ്ത്യൻ തുടങ്ങിയ മുനികൾ, ശ്രീ പാർവതി, തപോനിഷ്ഠരും പതിവ്രതകളുമായ സ്ത്രീകൾ ഇവരെല്ലാം എൻ്റെ മേൽ ചൊരിഞ്ഞ ശാപവാക്കുകൾ നിഷ്ഫലമാകുകയില്ല. ഇനി നമുക്ക് വിജയിക്കാൻ എന്താണ് നല്ല മാർഗം എന്ന് നിങ്ങൾ ആലോചിച്ചു പറയുവിൻ. ഒട്ടും താമസിക്കാതെ നിങ്ങൾ പോയി ശിവന് തുല്യനായ കുംഭകർണനെ ഉണർത്തുക. അവൻ ഉറക്കം തുടങ്ങിയാൽ പിന്നെ 6 മാസം കഴിഞ്ഞേ ഉണരുകയുള്ളൂ. ഇപ്പോൾ ഉറങ്ങിയിട്ട് 9 ദിവസമേ ആയിട്ടുള്ളൂ. നിങ്ങൾ ചെന്ന് എങ്ങനെയെങ്കിലും അവനെ ഉണർത്തുവിൻ. രാക്ഷസരാജാവായ രാവണൻ്റെ കൽപ്പനയനുസരിച്ച് രാക്ഷസന്മാർ കുംഭകർണനെ ഉണർത്താൻ ശ്രമം തുടങ്ങി. ആനകതുന്തുഭി തുടങ്ങിയ വാദ്യങ്ങളോടുകൂടി ആന, കുതിര, തേര്, കാലാൾപ്പട എന്നീ ചതുരംഗപ്പടയും കുംഭകർണൻ്റെ മാറിലൂടെ പാഞ്ഞു നടന്ന് ആർത്ത് വിളിച്ചുണ്ടാക്കിയ കോലാഹലത്താൽ ലോകമാകെ വിറച്ചു. 1000 കുടം വെള്ളം കൊണ്ടുവന്ന് കുംഭകർണൻ്റെ ചെവിയിൽ ഒഴിച്ചു. മൂക്കിനകത്തെ രോമങ്ങൾ ആനകളെ കൊണ്ട് പിഴുതെടുക്കുമ്പോൾ തുമ്പിക്കൈ മുറിഞ്ഞ ആനകൾ അലറി വിളിച്ചു. എന്നിട്ടും ദൈവവേദിയായ കുംഭകർണന് അനക്കമുണ്ടായില്ല. ഒടുവിൽ കൂട്ടുവായിട്ടുകൊണ്ട് കുംഭകർണൻ ഉണർന്നപ്പോൾ രാക്ഷസന്മാർ സംഭ്രമത്തോടെ ഓടി. 1000 കുടം മദ്യം, 1000 കുടം രക്തം, കുന്നുപോലെ കൂട്ടിയിരിക്കുന്ന രുചികരമായ ഭക്ഷണപദാർത്ഥങ്ങൾ എന്നിവ മുന്നിൽ കണ്ട് സന്തോഷത്തോടെ കുംഭകർണൻ എഴുന്നേറ്റിരുന്നു. പച്ചമാംസവും മറ്റ് ആഹാരപദാർത്ഥങ്ങളും കഴിച്ച് കയ്യും മുഖവും ശുദ്ധമാക്കി സന്തുഷ്ടനായിരിക്കുമ്പോൾ ഭൃത്യന്മാർ അടുത്ത് ചെന്ന് വണങ്ങിയതിനു ശേഷം
കാര്യങ്ങളെല്ലാം അറിയിച്ചു. തന്നെ ഉണർത്തിയ കാര്യം അവരിൽ നിന്ന് അറിഞ്ഞ് എങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പോയി ശത്രുക്കളെ വധിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് പുറപ്പെടാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയ കുംഭകർണനോട് മഹോദരൻ പറഞ്ഞു, ജ്യേഷ്ഠനെ കണ്ടു തൊഴുത് യാത്രാനുമതി വാങ്ങി സന്തോഷത്തോടെ പോകുന്നതാണ് നല്ലത്. കുംഭകർണൻ ജ്യേഷ്ഠനായ രാവണൻ്റെ അടുത്ത് ചെന്ന് വണങ്ങി. അനുജനെ സന്തോഷത്തോടെ ഗാഠമായി ആലിംഗനം ചെയ്ത് അരികത്തിരുത്തിയിട്ട് രാവണൻ പറഞ്ഞു, കാര്യങ്ങളെല്ലാം സംഭവിച്ചത് ഞാൻ കരുതിയതുപോലെയല്ല. എല്ലാം ഞാൻ പറയാം, കേൾക്കൂ. നമ്മുടെ സഹോദരിയുടെ മൂക്കും മുലകളും മുറിച്ചതിന് ഞാൻ രാമലക്ഷ്മണന്മാരറിയാതെ സീതയെ പിടിച്ചുകൊണ്ടുവന്ന് നമ്മുടെ ഉദ്യാനത്തിൽ ഇരുത്തി. അവൻ കടലിൽ ചിറകെട്ടി വാനര സൈന്യവുമായി വന്നെത്തി. പ്രഹസ്തൻ മുതലായവരെ കൊന്നു. എന്നെയും ഇത് മുറിവേൽപ്പിച്ച് കൊല്ലാതെ കൊന്നയച്ചു. അത് നിമിത്തമുള്ള ദുഃഖപരിഹാരത്തിനാണ് ഞാൻ നിന്നെ ഉണർത്തിയത്. രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്ന് നീ എന്നെ രക്ഷിക്കണം. രാവണൻ്റെ വാക്കുകൾ കേട്ടിട്ട് കുംഭകർണൻ പറഞ്ഞു, കൊള്ളാം, വളരെ നന്നായി. നല്ലത് ചെയ്യുന്നവനെ നല്ലത് വരൂ. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിവില്ലാത്തവൻ അറിവുള്ളവർ പറയുന്നത് കേൾക്കുന്നതാണ് നല്ലത്. അല്ലാത്തവർക്ക് എങ്ങനെയാണ് നല്ലത് വരുന്നത്? സീതയെ രാമന് നൽകണമെന്ന് സഹോദരനായ വിഭീഷണൻ നിന്നോട് പറഞ്ഞു. അത് കേട്ട് ക്രുദ്ധനായി നീ അവനെ നാട്ടിൽ നിന്നും ആട്ടിയോടിച്ചു. അത് നല്ലതിനാണോ എന്ന് നീ ആലോചിച്ചു നോക്കൂ. അതോടെ നാട്ടിൽ നിന്ന് സൽഗുണങ്ങളെല്ലാം അകന്നുപോയി. കാലം നല്ലതല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതിനാരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ആപത്തുണ്ടാകുമ്പോൾ ഒരുത്തർക്കും നല്ലത് ചെയ്യാൻ കഴിയുകയില്ല. കാലദേശാവസ്ഥകൾ, നയങ്ങൾ, ഓരോന്നിൻ്റെയും മൂലകാരണങ്ങൾ, ശത്രുക്കളുടെ കാലം, വീര്യം, ശത്രുക്കൾ, മിത്രങ്ങൾ, മധ്യസ്ഥരുടെ അഭിപ്രായം, സമ്പത്ത്, പൗരുഷം, സാമദാനങ്ങൾ തുടങ്ങിയ 4 ഉപായങ്ങൾ, സന്ധിവിഗ്രഹാദി 6 നയങ്ങൾ, ഭാവി കാര്യങ്ങൾ മുതലായവയെല്ലാം ആലോചിച്ച് ഹിതകരമായ കാര്യങ്ങൾ ഉപദേശിക്കുന്ന മന്ത്രി ഉണ്ടെങ്കിൽ ഭരണകർത്താവിന് സുഖവും കീർത്തിയും വർദ്ധിക്കും. ഇങ്ങനെയുള്ള ഉത്തമരായ മന്ത്രിമാരുടെ ധർമ്മം ഉപേക്ഷിച്ചിട്ട് രാജാവിന് ഇഷ്ടമായത് മാത്രം മനസ്സിലാക്കി കാതിന് ഇമ്പം നൽകുന്ന കാര്യങ്ങൾ മാത്രം ഉപദേശിച്ച് വംശനാശം വരുത്താൻ സഹായിക്കുന്ന മൂഢന്മാരായ മന്ത്രിമാരേക്കാൾ നല്ലത് കാളകൂട വിഷമാണെന്നും പറയാറുണ്ട്. വിഷം കഴിക്കുന്നവന് മാത്രമേ നാശമുണ്ടാകൂ. എന്നാൽ മൂഢന്മാരായ മന്ത്രിമാരുടെ ദുരുപദേശമാകുന്ന വിഷം കഴിക്കുന്ന ഭരണാധികാരിയുടെ നാടും ജീവനും സ്വന്തം വംശവും കൂടി നശിച്ചുപോകും. കാട്ടാളന്മാർ പുറപ്പെടുവിക്കുന്ന ശബ്ദഭേദങ്ങളിൽ ആകൃഷ്ടരാകുന്ന മൃഗങ്ങൾ, അതായത് മാനുകൾ, അവരുടെ കെണിയിൽപ്പെട്ട് ദുഃഖിതരായി മരിക്കുന്നു. അഗ്നി കണ്ട് മോഹിച്ച് ശലഭങ്ങൾ തീയിൽ വീണ് ചാകുന്നു. ചൂണ്ടയുടെ അറ്റത്ത് കൊളുത്തിയിരിക്കുന്നത് വിഷമയമായ തീറ്റയാണ് എന്നറിയാതെ ചൂണ്ട വിഴുങ്ങി മത്സ്യങ്ങൾ പിടഞ്ഞു ചാകുന്നു. എന്തെങ്കിലും ഒന്നിൽ അത്യാഗ്രഹമുണ്ടായാൽ പരിഹരിക്കാൻ കഴിയാത്ത ആപത്തിൽ ചെന്ന് ചാടും. നമ്മുടെ വംശത്തിനും നല്ല രാജ്യത്തിനും ഉന്മൂലനാശം വരുത്താനാണ് അങ്ങേക്ക് സീതയിൽ ആശയുണ്ടായത് എന്ന് ഞാൻ അറിഞ്ഞു. ഇന്ദ്രിയങ്ങൾക്ക് വിധേയനായിപ്പോയവന് ആപത്ത് വിട്ടുമാറുകയില്ല. ഇന്ദ്രിയങ്ങളെ ജയിച്ചവന് ഒരാപത്തും ഉണ്ടാകുകയില്ല. നല്ലതല്ല എന്നറിയുന്ന വസ്തുവിൽ തന്നെ പൂർവജന്മ വാസന കൊണ്ട് ഒരാളിന് അഭിരുചി ഉണ്ടായേക്കാം. അതിനൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അവനതിന് അധീനനാകും. ശാസ്ത്രബോധം, വിവേകം, ഉപദേശങ്ങൾ മുതലായവയാൽ മനസ്സിനെ വശത്താക്കിക്കൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് അങ്ങ് ചിന്തിക്കുക. മുമ്പൊരിക്കൽ കാര്യാലോചന നടക്കുമ്പോൾ ഞാൻ ഭാവി ഫലം അങ്ങയോട് പറഞ്ഞതല്ലേ? അതെല്ലാം അതുപോലെ സംഭവിക്കുന്നുണ്ടല്ലോ. ഈശ്വര നിശ്ചയം ആർക്കും തടുക്കാൻ കഴിയുന്നതല്ല. രാമൻ മനുഷ്യനല്ല, പുരുഷോത്തമനും ജഗന്മയനും ഈശ്വരനുമായ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. സീത യോഗമായ ദേവിയാണ്. ഇതെല്ലാം അങ്ങയോട് അന്നേ പറഞ്ഞതല്ലേ? അതെല്ലാം ഓർക്കാത്തത് എന്താണ്? ഒരിക്കൽ ഞാൻ വനത്തിലുള്ള വിശാല എന്നുകൂടി പേരുള്ള വനത്തിലെ വിശാലമായ നരനാരായണാശ്രമത്തിൽ സസുഖം വസിക്കുമ്പോൾ നാരദ മഹർഷിയെ കണ്ട് സന്തോഷത്തോടെ നമസ്കരിച്ചിട്ട് ചോദിച്ചു, അങ്ങ് ഏത് ദിക്കിൽ നിന്നാണ് വരുന്നത്? ലോകത്തിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നാരദൻ കഥകളെല്ലാം പറഞ്ഞു. രാവണനാൽ പീഡിതരായ ദേവന്മാരും മുനിമാരും ഒന്നിച്ച് ദേവദേവേശനായ മഹാവിഷ്ണുവിനെ ഭജിച്ച് സങ്കടം ഉണർത്തിച്ചു. ത്രൈലോക്യ കണ്ടകനാണ് പൗലസ്ത്യപുത്രനായ രാവണൻ. ഞങ്ങളെ ആ ദുഷ്ടൻ ഉപദ്രവിക്കുന്നു. അവൻ നിമിത്തം ഇരിക്കാൻ പോലും കഴിയുന്നില്ല. മനുഷ്യനാലല്ലാതെ നിനക്ക് മരണം ഉണ്ടാവുകയില്ല എന്ന് മുമ്പ് തന്നെ ബ്രഹ്മാവ് രാവണന് വരം നൽകിയിട്ടുണ്ട്. അതിനാൽ അങ്ങ് തന്നെ മനുഷ്യനായി പിറന്ന് സത്യധർമ്മങ്ങളെ രക്ഷിക്കണം. ഇതെല്ലാം കേട്ടിട്ട് മഹാവിഷ്ണു കാരുണ്യപൂർവ്വം ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇനി താമസിയാതെ ഭൂമിയിൽ അയോധ്യയിൽ ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായി പിറന്ന് രാക്ഷസ രാജാവായ രാവണനെ വധിച്ച് 3 ലോകങ്ങളുടെയും സങ്കടം ഇല്ലാതാക്കുന്നുണ്ട്. സത്യസങ്കല്പനായ ഈശ്വരൻ്റെ ശക്തിയായ മഹാമായയോടുകൂടി, അല്ലെങ്കിൽ ഈശ്വരൻ്റെ സമ്പൂർണ്ണ ഭക്തിയോടെ
രാമനായി അവതരിച്ച് ഈശ്വരൻ്റെ സമ്പൂർണ്ണ ശക്തിയോടെ രാമനായി അവതരിച്ച് അവരെയെല്ലാം വധിക്കും. അതോടെ മൂന്ന് ലോകത്തിനും മംഗളമുണ്ടാകും. ഇപ്രകാരം പറഞ്ഞിട്ട് നാരദ മഹർഷി പറഞ്ഞു, ഇതൊക്കെ അങ്ങ് നല്ലവണ്ണം ആലോചിക്കുക. സനാതനമായ പരബ്രഹ്മമാണ് രാമൻ. കോമളനും കരിങ്കൂവളപ്പൂ പോലെ ശ്യാമളനും മായാമാനുഷ രൂപം ധരിച്ചവനുമായ രാമനെ മനസാ വാച കർമ്മണ ഭജിച്ചുകൊള്ളുക. ഭക്തി കണ്ടാൽ രാഘവൻ പ്രസാദിക്കും. മഹാജ്ഞാനത്തിൻ്റെ മാതാവാണ് ഭക്തി. സജ്ജനങ്ങൾക്ക് മോക്ഷം നൽകുന്നത് ഭക്തിയാണ്. ഭക്തിയില്ലാത്തവർ ചെയ്യുന്ന സകല കർമ്മവും നിഷ്ഫലമാണ്. മഹാവിഷ്ണുവിന് അനവധി അവതാരങ്ങളുണ്ട്. എങ്കിലും നിന്റെ സംശയങ്ങൾ തീർക്കാൻ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഞാൻ പറയാം. അവതാരങ്ങളിൽ ഒന്നും ശ്രീരാമാവതാരത്തിന് തുല്യമല്ല. രാമനാമ ജപം കൊണ്ട് മാത്രം മോക്ഷം ലഭിക്കും. ജ്ഞാനസ്വരൂപനായ ശിവൻ തന്നെയാണ് മനുഷ്യരൂപം ധരിച്ച ശ്രീരാമൻ. താരക ബ്രഹ്മമാണ് ശ്രീരാമൻ എന്നും പറയപ്പെടുന്നു. അതിനാൽ അങ്ങ് ശ്രീരാമനെ തന്നെ ഭജിക്കുക. വിദ്വജ്ജനങ്ങൾ ശ്രീരാമനെ ഭജിച്ച് ദുഃഖകരമായ സംസാരസാഗരം തരണം ചെയ്ത് രാമപാദങ്ങളെ പ്രാപിച്ച് സങ്കടമോചനം കൈവരിക്കുന്നു. തത്വജ്ഞന്മാർ നിരന്തരം രാമനെ ധ്യാനിച്ച് രാമകഥകൾ പറഞ്ഞ് രാമനാമം ജപിച്ച് ആത്മസാക്ഷാത്കാരം നേടി വിഷ്ണു സായുജ്യം പ്രാപിച്ച് ശാശ്വതാനന്ദത്തിൽ ലയിക്കുന്നു. അങ്ങും ഈ മായാമോഹങ്ങളെല്ലാം കളഞ്ഞ് ആനന്ദമൂർത്തിയായ രാമനെ ഭജിക്കുക. ഇനി കുംഭകർണവധം. അനുജനായ കുംഭകർണൻ്റെ വാക്കുകൾ കേട്ട് ക്രുദ്ധനായ രാവണൻ പറഞ്ഞു, നിന്നെ ഉണർത്തി ഇവിടെ വരുത്തിയത് നിന്റെ ജ്ഞാനോപദേശം കേൾക്കാനല്ല. ഇനി നീ പോയി സുഖമായി ഉറങ്ങിക്കൊള്ളുക. നീ മഹാബുദ്ധിമാനാണ് എന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ വിഷമമെല്ലാം മാറി സുഖമായി കഴിയുമ്പോൾ നിന്റെ വേദോപദേശങ്ങൾ ഞാൻ കേട്ടുകൊള്ളാം. കഴിയുമെങ്കിൽ ചെന്ന് യുദ്ധം ചെയ്ത് രാമാദികളെ വധിച്ചിട്ട് വരിക. ഇവനായ കുംഭകർണൻ ജ്യേഷ്ഠൻ്റെ വാക്കുകൾ കേട്ട് സംഭ്രമമില്ലാതെ അവിടം വിട്ടു. യുദ്ധത്തിൽ രാമശരമേറ്റ് മരിച്ചാൽ മോക്ഷം ലഭിക്കുമെന്ന് കുംഭകർണൻ വിചാരിച്ചു. അനന്തരം കോട്ടവാതിൽ കിടന്ന് ഹിമാലയ തുല്യമായ രൂപത്തോടു കൂടിയ കുംഭകർണൻ അലറി വിളിച്ചുകൊണ്ട് 1000 ഭാരമുള്ള ശൂലവുമേന്തി വളരെ വേഗം വാനരസേനയെ ആക്രമിച്ചപ്പോൾ അവരെല്ലാം ഭയന്നോടി. കുംഭകർണൻ്റെ വരവ് കണ്ട് ദുഃഖത്തോടും പരിഭ്രമത്തോടും കൂടി വിഭീഷണനോട് ആകാശത്തോളം പൊക്കമുള്ള ശക്തനായി രാക്ഷസൻ ആരാണ് എന്ന് ചോദിച്ചു. വിഭീഷണൻ പറഞ്ഞു, രാവണൻ്റെ അനുജനും എൻ്റെ ജ്യേഷ്ഠനും ശക്തനും ബുദ്ധിമാനുമായ കുംഭകർണനാണ് ഇവൻ. നിദ്രാവശനായിപ്പോയ ഇവൻ ദേവന്മാരുടെ കാലനാണ്. ഇവനെ എതിർത്ത് തോൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. കുംഭകർണൻ്റെ വിവരങ്ങളെല്ലാം ശ്രീരാമനെ അറിയിച്ചതിന് ശേഷം വിഭീഷണൻ പോയി ജ്യേഷ്ഠൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അങ്ങയുടെ ഭക്തനായ വിഭീഷണനാണ് ഞാൻ. അങ്ങ് സസന്തോഷം എന്നെ അനുഗ്രഹിക്കണം. സീതയെ ശ്രീരാമചന്ദ്രന് നൽകണമെന്ന് ഞാൻ പലതവണ ആദരവോടെ ജ്യേഷ്ഠനോട് പറഞ്ഞു. എന്നെ കൊല്ലാൻ കോപത്തോടെ വാളെടുത്തപ്പോൾ 4 മന്ത്രിമാരുമായി വന്ന് ഞാൻ ശ്രീരാമനെ അഭയം പ്രാപിച്ചു. വിഭീഷണൻ്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ കുംഭകർണൻ അനുജനെ പുണർന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു, നീ ധന്യനാണ്, സംശയമൊട്ടുമില്ല. നീ ദീർഘകാലം ഭൂമിയിൽ ജീവിച്ചിരിക്കുക. ശ്രീരാമൻ്റെ പാദാംബുജം സേവിച്ചുകൊണ്ട് നമ്മുടെ വംശത്തെ രക്ഷിക്കുക. നീ നിർമ്മലനായ വിഷ്ണുഭക്തനും നാരായണപ്രിയനുമാണെന്ന് നാരദ മഹർഷി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പ്രപഞ്ചം മായാമയമാണ്. നീ പോയി ശ്രീരാമനെ സേവിച്ച് വസിക്കുക. വിഭീഷണൻ ജ്യേഷ്ഠനെ വണങ്ങിയതിനു ശേഷം ദുഃഖത്തോടെ കണ്ണീർ പൊഴിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. ശ്രീരാമൻ്റെ സമീപം എത്തി വിഭീഷണൻ ചിന്താപരവശനായി നിൽക്കുമ്പോൾ കുംഭകർണൻ കോപത്തോടെ കൈകാലുകൾ കൊണ്ട് വാനരന്മാരെ കൊന്നു തുടങ്ങി. വാനരന്മാർ പേടിച്ച് നാനാ ദിക്കുകളിലേക്കും ഓടി. കുംഭകർണൻ വമ്പൻ കൊലയാനയെപ്പോലെ 100,000 വാനരന്മാരെ വധിച്ചു. അത് കണ്ട് മർക്കടരാജനായ സുഗ്രീവൻ ഒരു വലിയ മല കുത്തിയെടുത്ത് കുംഭകർണൻ്റെ നേരെ എറിഞ്ഞു. അത് മാറുകൊണ്ട് തടുത്തിട്ട് കുംഭകർണൻ ശൂലം കൊണ്ട് സുഗ്രീവനെ കുത്തി. കുത്തേറ്റ് ഭയപ്പെട്ട സുഗ്രീവൻ ബോധരഹിതനായി വീണു. കുംഭകർണൻ വേഗം സുഗ്രീവനെയും എടുത്തുകൊണ്ട് യുദ്ധത്തിൽ ജയിച്ച സന്തോഷത്തോടെ പോകുമ്പോൾ രാക്ഷസ സ്ത്രീകൾ മാളിക മുകളിൽ കയറി നിന്നുകൊണ്ട് കുംഭകർണൻ്റെ ക്ഷീണം അകറ്റാനായി പനിനീരിൽ മുക്കിയ മാലകളും കളഭവും താഴേക്ക് തൂങ്ങി. അവ ശരീരത്തിൽ വീണപ്പോൾ ബോധം തെളിഞ്ഞ സുഗ്രീവൻ പല്ലും നഖവും കൊണ്ട് കുംഭകർണൻ്റെ മൂക്കും ചെവികളും കീറിമുറിച്ചിട്ട് വേഗം ആകാശത്തിലേക്ക് കുതിച്ചു ചാടി മടങ്ങിപ്പോന്നു. മാനക്കേടുണ്ടായതിൽ ക്രുദ്ധനും ഭീതനുമായ കുംഭകർണൻ രക്താഭിഷിക്തനായി വീണ്ടും പടപൊരുതാൻ എത്തിയത് കണ്ട് ലക്ഷ്മണൻ യുദ്ധസന്നദ്ധനായി മുന്നോട്ട് വന്ന് പർവ്വതത്തിൽ മഴ പൊടിയുന്നത് പോലെ തടുക്കാൻ കഴിയാത്ത ശരങ്ങൾ കൊണ്ട് കുംഭകർണനെ മൂടി. 100,000 വാനരന്മാരെ കുംഭകർണൻ വായ്ക്കുള്ളിലാക്കി അടയ്ക്കുമ്പോൾ അവർ വായിലെയും മൂക്കിലെയും ദ്വാരങ്ങളിൽ കൂടി പുറത്തു വരും. വീണ്ടും അവരെ പിടിച്ച് വായ്ക്കുള്ളിലാക്കും. പിന്നീട് കുംഭകർണൻ ലക്ഷ്മണനെ ഉപേക്ഷിച്ചിട്ട് വേഗത്തിൽ ശ്രീരാമനോടടുത്തു.
അത് കണ്ട് ശ്രീരാമൻ ബാണങ്ങൾ കൊണ്ട് കുംഭകർണൻ്റെ വലതു കൈയും ശൂലവും മുറിച്ചു വീഴ്ത്തി. കുംഭകർണൻ നിലത്തു വീണപ്പോൾ അതിനടിയിൽപ്പെട്ട് കുറച്ച് വാനരന്മാരും മരിച്ചു. ഇടതു കൈയിൽ ഒരു വലിയ മരവുമായി അവൻ വീണ്ടും ശ്രീരാമൻ്റെ വളരെ അടുത്തെത്തി. ശ്രീരാമൻ ഇന്ദ്രാസ്ത്രമെയ്ത് കുംഭകർണൻ്റെ ഇടത്തെ കൈയും മുറിച്ചു. അത് വീണ് വളരെ രാക്ഷസന്മാർ മരിച്ചു. പിന്നെയും വർദ്ധിച്ച കോപത്തോടെ അലറിയടുക്കുന്ന രാക്ഷസ നായകൻ്റെ രണ്ടു വലിയ കാലുകളും അർദ്ധചന്ദ്രാകൃതിയിലുള്ള രണ്ടു പാദങ്ങളും ശ്രീരാമൻ മുറിച്ചു കളഞ്ഞു. തുടർന്ന് വായും വളർന്നുകൊണ്ട് കുതിച്ചു വരുന്ന കുംഭകർണൻ്റെ വായ് അമ്പുകളെയ്ത് നിറച്ചിട്ട് ഇന്ദ്രാസ്ത്രം കൊണ്ട് അവൻ്റെ തലയറുത്തു. അത് കണ്ട് ദേവേന്ദ്രൻ സന്തോഷിച്ചു. കുംഭകർണൻ്റെ ശിരസ് നഗരവാതിൽക്കലും മുറിഞ്ഞ ദേഹം സമുദ്രത്തിലും ചെന്നു വീണു. ഇനി നാരദസ്തുതി. ചിൽപുരുഷനും പുരുഷോത്തമനും അദ്വൈനുമായ ശ്രീരാമനെ സിദ്ധന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, ഗുഹ്യകന്മാർ, യക്ഷന്മാർ, ദിവ്യനാഗങ്ങൾ, ആകാശചാരികൾ അതായത് ഗരുഡാദി പക്ഷീന്ദ്രന്മാർ, അപ്സരസുകൾ, കിന്നരന്മാർ, ചാരണന്മാർ, താപസന്മാർ, ദേവന്മാർ എന്നിവർ പുഷ്പവർഷം ചെയ്ത് ഭക്തിപൂർവ്വം പുകഴ്ത്തി. അപ്പോൾ ദേവർഷിയായ നാരദ മഹർഷി ശ്രീരാമനെ സേവിക്കാനായി ഭൂമിയിൽ ഇറങ്ങി. ദശരഥപുത്രനും കരിങ്കോവളപ്പൂവിൻ്റെ നിറമുള്ളവനും മനോഹരനും ശാപബാണങ്ങൾ ധരിച്ചവനും പൂർണ്ണചന്ദ്രന് തുല്യമായ മുഖമുള്ളവനും കാരുണ്യാമൃത സമുദ്രവും മോക്ഷദായകനും സദാശിവനും ലോകാഭിരാമനും ആത്മാരാമനുമായ ശ്രീരാമനെ വന്ദിച്ചുകൊണ്ട് സസന്തോഷം സ്തുതിച്ചു. സീതാപതിയും ശ്രീധരനും ശ്രീനിധിയും ശ്രീ പുരുഷോത്തമനും ദേവദേവേശനും ജഗന്നാഥനും നാരായണനും സകലതിൻ്റെയും ആശയമായവനുമായ ശ്രീരാമനെ ഞാൻ നമസ്കരിക്കുന്നു. ലോകസാക്ഷിയും പരമാത്മാവും സനാതനനും വിശ്വമൂർത്തിയും പരബ്രഹ്മവും മായ കൊണ്ട് മനുഷ്യരൂപം ധരിച്ച് സുഖദുഃഖാദികളെല്ലാം എന്നും അനുഭവിച്ചുകൊണ്ട് ശുദ്ധ തത്വജ്ഞനും ജ്ഞാനസ്വരൂപനും സത്യസ്വരൂപനും സർവേശ്വരനുമായി അങ്ങ് നിലകൊള്ളുന്നു. വ്യക്തനും അവ്യക്തനും വളരെ സ്വസ്ഥനും നിഷ്കളങ്കനും നിരാകാരനും നിർഗുണനും ഉപനിഷത് വാക്യങ്ങളുടെ പൊരുളുമായ അങ്ങ് ചിൽഗനാത്മാവും ശിവനും ആശകളില്ലാത്തവനുമാണ്. അങ്ങ് കണ്ണു തുറക്കുമ്പോൾ പ്രപഞ്ച സൃഷ്ടിയും കണ്ണടയ്ക്കുന്ന സമയം കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സംരക്ഷണവും സംഹാരവും നടക്കുന്നു. ചില അവതാരങ്ങൾ സ്വീകരിച്ച് അധർമ്മികളെ ശിക്ഷിക്കുന്നതിനും ധർമ്മനിഷ്ഠരെ സംരക്ഷിക്കുന്നതിനും പുരുഷൻ, പ്രകൃതി, കാലം എന്നീ പേരുകൾ സ്വീകരിച്ചിരിക്കുന്ന പരമാത്മസ്വരൂപനും ഭക്തപ്രിയനുമായ അങ്ങേക്ക് നമസ്കാരം. താപസശ്രേഷ്ഠന്മാർ ആശകളെല്ലാം വെടിഞ്ഞ് വൈരാഗ്യത്തോടെ ധ്യാനിക്കുന്ന അങ്ങയുടെ ദിവ്യസ്വരൂപത്തിന് നമസ്കാരം. നിർവികാരനും വിശുദ്ധ ജ്ഞാനരൂപനും സകല ലോകത്തിനും ആധാരമായിട്ടുള്ളവനും ആദ്യനുമായ അവിടത്തേക്ക് നമസ്കാരം. അങ്ങയുടെ അനുഗ്രഹം കൊണ്ടല്ലാതെ മറ്റൊരു വിധത്തിലും അങ്ങയെ അറിയുവാൻ കഴിയുകയില്ല. ഇപ്പോഴാണ് എനിക്ക് അങ്ങയുടെ പാദകമലങ്ങൾ കണ്ട് സേവിക്കാൻ ഇടയായത്. അങ്ങയുടെ കൃപാവൈഭവം എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വസിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കോപം, കാമം, ദ്വേഷം, മത്സരം, ദേഹാഭിമാനാദികളാൽ ഉണ്ടാകുന്ന അജ്ഞത, ലോഭം, മോഹം മുതലായ ശത്രുക്കൾ ഉള്ളതിനാൽ നിന്റെ മായയുടെ ബലം കൊണ്ട് എനിക്ക് മുക്തിമാർഗത്തിൽ സഞ്ചരിക്കാനുള്ള ശക്തിയില്ല. അവിടുത്തെ കഥാമൃതം പാനം ചെയ്ത് നിന്നെ നിരന്തരം ധ്യാനിച്ചും അങ്ങയുടെ നാമങ്ങൾ ജപിച്ചും സദാ നിന്റെ ചരിത്രം പാടി വിശുദ്ധനായി പ്രപഞ്ചം മുഴുവൻ സഞ്ചരിക്കാനും എന്നെ അനുഗ്രഹിക്കണം. രാജരാജേന്ദ്രനും രഘുകുലനായകനും രാജീവലോചനനും രമാകാന്തനുമായ രാമ, അങ്ങ് ഇന്ന് കുംഭകർണനെ വധിച്ചതോടെ ഭൂമിയുടെ ഭാരം പകുതി കുറഞ്ഞു. അനന്തൻ്റെ അവതാരമായ ലക്ഷ്മണൻ നാളത്തെ യുദ്ധത്തിൽ ഇന്ദ്രജിത്തിനെ കൊല്ലും. മറ്റന്നാൾ അവിടുന്ന് രാവണനെ വധിച്ച് 3 ലോകത്തെയും രക്ഷിച്ചു കൊള്ളുക. ഞാൻ ഇനി ബ്രഹ്മലോകത്തേക്ക് പോകുന്നു. മാനവവീര, അവിടെ നിന്ന് ജയിച്ചാലും. ഇങ്ങനെ വണങ്ങി സ്തുതിച്ചുകൊണ്ട് ഭക്തനായ നാരദൻ രാഘവനോട് അനുവാദം വാങ്ങിക്കൊണ്ട് വളരെ വേഗം പോയി മറഞ്ഞു. ഇനി അധികായവധം എന്ന ഭാഗം നാളെ. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.